ഏപ്രിൽ 6 ശനിയാഴ്ച രാത്രി 8:02 എൻ്റെ സുന്ദരിയായ ഭാര്യ ജസീക്ക അവളുടെ നിത്യസമ്മാനം വാങ്ങാനായി സമാധാനത്തോടെ യാത്രയായി. അവൾ പാപമോചനവും രോഗീലേപനവും ഫാദർ കാനൻ ഷാർപ്പിൽ നിന്ന് വ്യാഴാഴ്ച സ്വീകരിച്ചിരുന്നു. ശനിയാഴ്ച അവൾ വളരെ ശാന്തയായി കാണപ്പെട്ടു. സ്നേഹമുള്ള കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് അവൾ പോയത്. അമേരിക്കൻ പ്രോ ലൈഫ് പ്രവർത്തകയും 4 കൊച്ചുകുട്ടികളുടെ അമ്മയുമായ ജസീക്ക ഹന്ന മരണമടഞ്ഞപ്പോൾ ഭർത്താവ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ച വാക്കുകളാണിവ. ദൈവകരുണയുടെ തിരുനാളിന് തലേന്ന് ശനിയാഴ്ചയാണ് ക്യാൻസറുമായുള്ള നീണ്ട പോരാട്ടത്തിന് ശേഷം ദൈവസന്നിധിയിലേക്ക് അവൾ യാത്രയായത്. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി കത്തോലിക്ക വിശ്വാസം ജീവിച്ച അവൾ ക്യാൻസർ എന്ന രോഗത്തെ അനുഗ്രഹമായാണ് സ്വീകരിച്ചത്. ക്യാൻസറിനെ കർത്താവിലുള്ള സ്നേഹത്തോടും പ്രത്യാശയോടും കൂടി അവൾ അഭിമുഖീകരിച്ചു. മരണക്കിടക്കയിലും അവൾ സധൈര്യം വചനം പ്രസംഗിച്ച് നിത്യതയിലേക്കുള്ള അവളുടെ യാത്രയിൽ ആയിരക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചു. വിശുദ്ധ കുർബാനയെ ഔഷധമായി കണ്ടിരുന്ന ജസീക്കായുടെ ഇൻസ്റ്റാഗ്രാം പേജ് ബ്ലെസ്ഡ് ബൈ ക്യാൻസർ എന്നായിരുന്നു. അതിൽ ചേർത്തിരിക്കുന്ന തിരുവചന ഭാഗം നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം 8-ാം തിരുവചനമായിരുന്നു. കഷ്ടപ്പാടുകൾക്കിടയിലും സന്തോഷത്തിൻ്റെയും ആർദ്രതയുടെയും സന്ദേശങ്ങളാൽ നിറഞ്ഞിരുന്ന അവളുടെ ജീവിതവും മാതൃകയും ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു വഴികാട്ടിയായിരുന്നു. 2020 4ാമത്തെ കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോഴായിരുന്നു ജസീക്കയിൽ സ്തനാർബുദം കണ്ടെത്തിയത്. ഗർഭം അലസിപ്പിക്കാൻ ചില ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടും കുഞ്ഞിനു വേണ്ടി അവൾ ഉറച്ചു നിന്നു. വാഴ്ത്തപ്പെട്ട സോളാനസ് കേസി എന്ന പുണ്യാത്മാവിൻ്റെ സ്മരണയ്ക്കായി തോമസ് സോളാനസ് എന്ന പേരിട്ട അവളുടെ മകൻ്റെ ജനനത്തെ തുടർന്ന് അവളുടെ സ്കാനിംഗ് റിപ്പോർട്ട് അവൾ ക്യാൻസറിൽ നിന്ന് മുക്തയാണെന്ന് തിരിച്ചറിയുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം രോഗം തിരിച്ചെത്തി. അവളുടെ ഒരു കീമോ സമയത്ത് അവൾ ഇൻസ്റ്റാഗ്രാമിൽ എഴുതി, ദൈവത്തിന് സമർപ്പിക്കുന്നു. കീമോയ്ക്കായി എൻ്റെ തല മൊട്ടയടിക്കുന്നു. മാരകമായ അസുഖമുള്ളവരോട് അവരുടെ അവസാന ഭക്ഷണം എന്തായിരിക്കുമെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ടെന്നും മറ്റൊരു പോസ്റ്റിൽ അവൾ എഴുതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല. എൻ്റെ അവസാനത്തെ ഭക്ഷണം കുഞ്ഞാടിൻ്റെ അത്താഴമായിരിക്കും, അതായത് വിശുദ്ധ കുർബാന. അവളുടെ ചില ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലെ സന്ദേശം ഇങ്ങനെയാണ്: സമയത്തിന് മുമ്പേ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുവിൻ. ദൈവം എങ്ങനെ നമ്മുടെ ആത്മാവിനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നതാണ് ശരിയായ അത്ഭുതം. ബാക്കിയെല്ലാം ബോണസാണ്. ആത്മാവിൻ്റെ വിദ്യാലയമാണ് ജീവിതം, മരണം, ബിരുദദാന ദിനവും. ജീവനെ സ്നേഹിച്ച, സഹനങ്ങളെ ആനന്ദത്തോടെ സ്വീകരിച്ച ജസീക്കായുടെ ജീവിതത്തെക്കുറിച്ച് ഈ കുറിപ്പ് തയ്യാറാക്കിയത് MCBS സഭയിലെ വൈദികനായ ഫാദർ ജെയ്സൺ കുന്നേലാണ്. ജസീക്കായുടെ മാതൃകയും ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവും അനേകർക്ക് പ്രചോദനമാകട്ടെ.